ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈലോ മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡിസ്കസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് ആയിരുന്നു സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കോസ്റ്റിൽ ഒരു ഫിക്സ്ഡ് എലമെൻറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു വേരിയബിൾ എലമെൻറ്റും ഉണ്ടായിരുന്നു. സോ ഹൈലോ മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെമി വേരിയബിൾ കോസ്റ്റിലെ ഫിക്സ്ഡ് എലമെൻറ്റിനെയും വേരിയബിൾ എലമെൻറ്റിനെയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഹൈലോ മെത്തേഡ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെമി വേരിയബിൾ കോസ്റ്റിലെ ഫിക്സ്ഡ് എലമെൻറ്റിനെയും വേരിയബിൾ എലമെൻറ്റിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് എലമെൻറ്റും വേരിയബിൾ എലമെൻറ്റും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടൈൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സിന് എത്ര കോസ്റ്റ് വരും എന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടണമെന്നില്ല. നമുക്ക് ഇല്ലുസ്ട്രേഷനിലോട്ട് പോകുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പോൾ ആക്ടിവിറ്റി ലെവൽ അഥവാ പ്രൊഡക്ഷൻ യൂണിറ്റ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവൽ, ദാറ്റ് മീൻസ് 1000 യൂണിറ്റ്സിലെയും 2000 യൂണിറ്റ്സിലെയും 3000 യൂണിറ്റ്സിലെയും 4000 യൂണിറ്റ്സിലെയും അതുപോലെ 5000 യൂണിറ്റ്സ്, ഇങ്ങനെ ഡിഫറെൻ്റ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ആക്ടിവിറ്റി ലെവൽ അഥവാ യൂണിറ്റ്സും അതിൻ്റെ ടോട്ടൽ കോസ്റ്റും യൂസ് ചെയ്തും കൊണ്ട് നമ്മൾ ഹൈലോ മെത്തേഡ് പ്രകാരം ആ പ്രൊഡക്റ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റും, അതായത് ഈ സെമി വേരിയബിൾ കോസ്റ്റിലെ ഫിക്സ്ഡ് എലമെൻറ്റും വേരിയബിൾ എലമെൻറ്റും നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മളോട് എക്സാമിനർ ചോദിക്കും, ഈ ആക്ടിവിറ്റി ലെവലിന് പുറത്തുള്ള, ഇപ്പോൾ 1000, 2000, 3000, 4000, 5000 ഇതിലില്ലാത്ത സർട്ടൈൻ ആക്ടിവിറ്റി ലെവൽ, ഫോർ എക്സാമ്പിൾ 7000 യൂണിറ്റ് ആയിരുന്നുവെങ്കിൽ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കണ്ടെത്താൻ നമ്മളോട് ചോദിക്കും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മളൊരു 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളുടെ ബേസിക് ഹൈലോ മെത്തേഡും, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഹൈലോ മെത്തേഡ് വിത്ത് സ്റ്റെപ്പ്ഡ് ഫിക്സ്ഡ് കോസ്റ്റും, അതുപോലെ തന്നെ ഹൈലോ മെത്തേഡ് വിത്ത് ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന 2 ടോപ്പിക്കുകൾ നമ്മൾ സെക്കൻഡ് വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഹൈലോ മെത്തേഡിലോട്ട് പോവാം. സോ ഈ ഒരു ഇല്ലുസ്ട്രേഷനിലോട്ട് പോവാം. അതിനു മുൻപ് ഹൈലോ മെത്തേഡിൻ്റെ സ്റ്റെപ്പ് 1. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് നമ്മൾ ഹൈലോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യൂസിങ് ദി ഹൈലോ മെത്തേഡ് അനലൈസ് ദി ടോട്ടൽ കോസ്റ്റ് ഇൻ ടു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ് എന്നുള്ളതാണ്. ക്ലിയർ ആണ്. സോ ഇവിടെ ആക്ടിവിറ്റി ലെവൽ, ഈ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഈ എത്ര പ്രൊഡക്ഷൻ, എന്താണ് ഇവിടുത്തെ ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് ആക്ടിവിറ്റി ലെവൽ. ഇവിടെ 26ൻ്റെ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് എത്രയാണ് 6566. 30യുടെ തന്നിട്ടുണ്ട്, 33 യൂണിറ്റ്സ് ആണെങ്കിൽ 44 യൂണിറ്റ്സ് ആണെങ്കിൽ 48, 50. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തേ പറയുന്നുള്ളൂ, ടോട്ടൽ കോസ്റ്റിനെ ഫിക്സ്ഡ് കമ്പോണൻ്റ് ആയിട്ടും വേരിയബിൾ കമ്പോണൻ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാനേ ജസ്റ്റ് പറയുന്നുള്ളൂ. ഇതൊരു ബേസിക് ഇല്ലുസ്ട്രേഷൻ ആണ്. ബട്ട് ഞാൻ ഈ വീഡിയോയിൽ നമ്മളൊരു എക്സ്ട്രാ എലമെൻറ്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ, വീഡിയോയിൽ എന്നാണ് പറഞ്ഞത്, ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ നമ്മളൊരു എക്സ്ട്രാ എലമെൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് വരെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ലെവലിലെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ട് ഇതിലെ ഫിക്സ്ഡ് എലമെൻറ്റും വേരിയബിൾ എലമെൻറ്റും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഒരു അഡീഷണലി ഞാൻ പറയാം, ഐഡന്റിഫൈ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് 65 യൂണിറ്റ്സ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ അഥവാ ഡിഫറെൻറ്റ് ആക്ടിവിറ്റി ലെവലിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് പറയും ഈ ആക്ടിവിറ്റി ലെവലിൽ ഇല്ലാത്ത, ഇപ്പോൾ ഇതിൽ 65 യൂണിറ്റ്സ് ഉണ്ടോ? ഇല്ല. ഇതിലെവിടെയും 65 യൂണിറ്റ്സ് ഇല്ല. ഈ ആക്ടിവിറ്റി ലെവലിൽ ഇല്ലാത്ത ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ
എത്രയായിരിക്കും ടോട്ടൽ കോസ്റ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ ലെവലിലായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പിൻ്റെ ഇക്വേഷൻ ഉണ്ട്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് ചാപ്റ്ററിലോട്ട് പോകും. ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം. ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്നുള്ളതാണ് ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ ഇക്വേഷൻ. സോ ദർ ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്പർ ഓഫ് യൂണിറ്റ്സും ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് തമ്മിലൊരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ y ഈക്വൽ ടു ഞാൻ ടോട്ടൽ കോസ്റ്റ് എഴുതാണ്, വൈനെ ഞാൻ ടോട്ടൽ കോസ്റ്റ് ആക്കി മാറ്റുകയാണ്, a എന്നുള്ളത് ഫിക്സ്ഡ് കോസ്റ്റ് ആക്കി മാറ്റുകയാണ്, b എന്നുള്ളത് വേരിയബിൾ കോസ്റ്റ്, ആ ബി എക്സ് ഒരു ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട്, ഇൻറ്റു എക്സ് എന്നുള്ളത് എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആക്കുകയാണ്. എക്സ് എന്നുള്ളത് എന്താക്കുകയാണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആക്കി മാറ്റുകയാണ്. സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ. എന്തായിരുന്നു ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഇത് ഞാൻ അഡീഷണലി ആഡ് ചെയ്തതാണ്. 65 യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണാനാണ് നമ്മളോട് റിക്വയർമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷനിൽ എന്തുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് വിൽ ബി ദി ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ് വരിക, എത്രയാണ് വേരിയബിൾ കോസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ആ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഹൈലോ മെത്തേഡ്. സോ നമ്മൾ ഹൈലോ മെത്തേഡ് പ്രകാരം ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കണ്ടെത്തും. എന്നിട്ട് ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. വെരി സിമ്പിൾ. നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണ്? 65 യൂണിറ്റ്സിന്റെ ടോട്ടൽ കോസ്റ്റ് അല്ലേ നമ്മൾ കാണുന്നത്. ബാക്കി നമുക്ക് എന്താ വേണ്ടത്? ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ എന്ത് കോസ്റ്റും, വേരിയബിൾ കോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് 65 ആണെന്ന് റിക്വയർമെന്റിൽ തന്നിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ കോസ്റ്റ് കാണണം. അപ്പോൾ എന്ത് കാണണം? ആദ്യം നമ്മുടെ ഈ സെമി വേരിയബിൾ കോസ്റ്റ് അഥവാ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും വരുന്ന കോസ്റ്റിന്റെ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, വേരിയബിൾ കോസ്റ്റ് എത്രയെന്ന് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഏത് മെത്തേഡ്? ഹൈലോ മെത്തേഡ്. സോ വേഗം നമുക്ക് ഹൈലോ മെത്തേഡിലോട്ട് പോവാം. ഇവിടെ ഹൈലോ മെത്തേഡ് പ്രകാരം സ്റ്റെപ്പ് 1 ഞാൻ പറയാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ ആൻഡ് ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ. ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവലും ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവലും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ആക്ടിവിറ്റി ലെവൽ എന്താണ്? പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് എക്സാമിനർ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്? എത്രയാണ്? ഹയസ്റ്റ് ആക്ടിവിറ്റി, ലോവസ്റ്റ് എല്ലാം നോക്കണം. എല്ലാതും സീക്വൻഷ്യൽ ഓർഡേർഡ് ആയിരിക്കില്ല. 26, 30, 33, 44, 48, 50. അപ്പോൾ ഇതൊന്ന് മനസ്സിലായി. ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ 50യും ലോവസ്റ്റ് ആക്ടിവിറ്റിയിലും 26ഉം ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഓർഡർ ആയിരിക്കണമെന്നില്ല. ജസ്റ്റ് എല്ലാതും ഒന്ന് വായിച്ചു നോക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത്? ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത് 26 യൂണിറ്റ്സ് ആണ്. എത്ര യൂണിറ്റ്സ് ആണ്? 26 യൂണിറ്റ്സ് ആണ്. ഇനി ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നതോ? ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആണ്? 50 യൂണിറ്റ്സ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്തിട്ടുണ്ട്. എന്താ സ്റ്റെപ്പ് 1? ഐഡന്റിഫൈ ദി ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ ആൻഡ് ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? സ്റ്റെപ്പ് 2 വേരിയബിൾ കോസ്റ്റ് ആണ് കാണുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ സ്റ്റെപ്പ് 3 ഫിക്സ്ഡ് കോസ്റ്റ് കാണുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു കോസ്റ്റ് അറ്റ് ഹൈ ആക്ടിവിറ്റി ലെവൽ മൈനസ് കോസ്റ്റ് അറ്റ് ലോ ആക്ടിവിറ്റി ലെവൽ ഡിവൈഡഡ് ബൈ ഹൈ ആക്ടിവിറ്റി ലെവൽ മൈനസ് ലോ ആക്ടിവിറ്റി ലെവൽ. ഇതായിരുന്നു നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ.
ഹൈ ആക്ടിവിറ്റി ലെവൽ ഏതാണ്? 50 യൂണിറ്റ്സ് ആണ്. അതിലെ കോസ്റ്റ് കാണണം. എത്രയാണ് 50 യൂണിറ്റ്സിലെ കോസ്റ്റ്? 7310. സോ കോസ്റ്റ് അറ്റ് ഹൈ ആക്ടിവിറ്റി ലെവൽ ഈക്വൽ ടു 7310 മൈനസ് കോസ്റ്റ് അറ്റ് ലോ ആക്ടിവിറ്റി ലെവൽ എത്രയാണ്? 26ന്റെ ടോട്ടൽ കോസ്റ്റ് 6566 ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എത്രയാണ്? 50 മൈനസ് 26 ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എത്രയാണ്? 26. സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ 7310 ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവലിന്റെ കോസ്റ്റ് മൈനസ് 6566 അല്ലെ, ഈക്വൽ ടു 744 ഡിവൈഡഡ് ബൈ 50 മൈനസ് 26 അഥവാ എത്ര കിട്ടുന്നത്? 24 ഈക്വൽ ടു $31 പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടി. നമ്മളുടെ ഇക്വേഷനിൽ വേണ്ട വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? $31 പെർ യൂണിറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ആയിരുന്നു ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 31 $31 പെർ യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് കാണണം? ഫിക്സ്ഡ് കോസ്റ്റ് കാണണം. അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് കാണാണ്? ഫിക്സ്ഡ് കോസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് 3 ഫിക്സ്ഡ് കോസ്റ്റ് കാണാം. എങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് കാണാം എന്നുള്ളത് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവലും ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവലും ഇതിനൊരു ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നല്ലെങ്കിൽ ലോവസ്റ്റ് ആക്ടിവിറ്റി ലെവൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ, നമുക്കൊരു കൺസിസ്റ്റൻസി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾവേസ് എന്ത് ചൂസ് ചെയ്യാം? ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ആക്ടിവിറ്റി ലെവൽ എത്രയാണ്? 50 ആണ്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 7310 അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 7310ന് ഒരു ഇക്വേഷൻ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ 7310 എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് അല്ലേ, ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ ഇതേ ഇക്വേഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര ടോട്ടൽ കോസ്റ്റ്? 7310. നമുക്ക് എന്താണ് കാണേണ്ടത്? ഫിക്സ്ഡ് കോസ്റ്റ്. അതിന് എക്സ് എന്ന് ഇൻപുട്ട് ചെയ്യാം. വേരിയബിൾ കോസ്റ്റ് നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടെത്തി. എത്ര? 31. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 50. വെരി സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതേ ഇക്വേഷൻ വെച്ചിട്ട്, ടോട്ടൽ കോസ്റ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 50 യൂണിറ്റ്സിന്റെ ടോട്ടൽ കോസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടെത്താവുന്നതേ ഉള്ളൂ? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3 എന്താണ് കണ്ടെത്തുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ ഏതായിരുന്നു ഇക്വേഷൻ? നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് ഇക്വേഷൻ ഓഫ് എയ്തർ ഹൈ ആക്ടിവിറ്റി ഓർ ലോ ആക്ടിവിറ്റി. ഹൈ ആക്ടിവിറ്റി ലെവലിൻ്റെയോ ലോ ആക്ടിവിറ്റി ലെവലിൻ്റെയോ ഈക്വേഷനിൽ, ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കണ്ടെത്തിയ വേരിയബിൾ കോസ്റ്റ് ഇൻപുട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ക്ലിയർ ആണോ? എല്ലാവരും ശ്രദ്ധിക്കുക. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു. ക്ലിയർ ആണോ? ഈക്വൽ ടു എത്രയായിരുന്നു ടോട്ടൽ കോസ്റ്റ്? നമ്മൾ ഹൈ ആക്ടിവിറ്റി ലെവലാണ് ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു? 7310 ആയിരുന്നു ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? 7310 ആയിരുന്നു ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഇവിടെ 7310 ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക.
വേരിയബിൾ കോസ്റ്റിൻ്റെ അവിടെ നമുക്ക് സെക്കൻഡിൽ കിട്ടിയ വേരിയബിൾ കോസ്റ്റ് 31 ഇൻപുട്ട് ചെയ്യുക. നമ്മൾ ഹൈ ആക്ടിവിറ്റി ലെവലല്ലേ ഇൻപുട്ട് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയായിരുന്നു? 50 ആയിരുന്നു. ക്ലിയർ ആണോ? സോ ഈ ഇക്വേഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എക്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, എങ്ങനെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് 7310 ആണ്. എക്സ് പ്ലസ്, സോ ഈ ഇക്വേഷൻ ഞാൻ ഇവിടേക്കൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. 7310 ഈക്വൽ ടു എക്സ് പ്ലസ് എത്രയാണ്? 31 ഇൻറ്റു 50 വരുന്നത്. ഒരു മിനിറ്റ്. 31 ഇൻറ്റു 50 എത്രയാണ്? 1550. അപ്പോൾ 7310 ഈക്വൽ ടു എത്ര കിട്ടുന്നത്? എക്സ് പ്ലസ് 1550 ആണ്. ഇതിൽ എക്സ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദെർഫോർ എക്സ് ഈക്വൽ ടു 7310 മൈനസ് 1150. ക്ലിയർ ആണോ? ഈ എഴുതിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ, സ്റ്റെപ്പ് 3യുടെ ബാക്കിയാണ് ഇപ്പോൾ എഴുതുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 7310 മൈനസ് എത്രയായിരുന്നു കോസ്റ്റ് വരുന്നത്? 1550 ആയിരുന്നു. എത്ര കിട്ടുന്നത്? 5760 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയതിൻ്റെ റിമൈനിങ് പാർട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. 7310 ആണ് ടോട്ടൽ കോസ്റ്റ്. എക്സ് ഫിക്സ്ഡ് കോസ്റ്റ്, ഇവിടെ വേരിയബിൾ കോസ്റ്റ് 31 ഇൻറ്റു 50 ആണ് 1550. ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടെത്തി 5760. അപ്പോൾ നമുക്കിവിടെ വേരിയബിൾ കോസ്റ്റ് $31 പെർ യൂണിറ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്? 5760 ആണ് എന്ത് വരുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹൈലോ മെത്തേഡ് എന്ത് ചെയ്യേണ്ടത്? സോ ഹൈലോ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തന്ന ആക്ടിവിറ്റി ലെവലിൻ്റെ നമ്മൾ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഇനി നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റിലോട്ട് പോകാം. ഈ റിക്വയർമെൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഡൻറ്റിഫൈ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് 65 യൂണിറ്റ്സ്. എന്തായിരുന്നു? ഐഡൻറ്റിഫൈ ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് 65 യൂണിറ്റ്സ്. എന്തിനാണ് ഇപ്പോൾ നമ്മൾ ഹൈലോ മെത്തേഡ് പ്രകാരം ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സ്പ്ലിറ്റ് ചെയ്തത്? എന്തിനാ? ജസ്റ്റ് എക്സാമിനർ നമ്മളോട് ചോദിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, വേരിയബിൾ കോസ്റ്റ് എത്രയെന്നാണോ? അല്ല, നമ്മളോട് ചോദിക്കുന്നത് അവർ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ലെവലിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. എന്തായിരുന്നു? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ്? 65 യൂണിറ്റ്സ്. ഇതിൻ്റെ എന്ത് കാണണം? വേരിയബിൾ കോസ്റ്റ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് ഞാൻ കണ്ടില്ലേ? എത്രയായിരുന്നു വേരിയബിൾ കോസ്റ്റ്? $31 പെർ യൂണിറ്റ് ആയിരുന്നു. ഇത് സ്റ്റെപ്പ് 2ലാണ് കണ്ടത്, $31 പെർ യൂണിറ്റ് അല്ലേ? അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ഫിക്സ്ഡ് കോസ്റ്റ്? 31. അപ്പോൾ അതൊരു ബ്രാക്കറ്റിൽ എഴുതി, വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്ലസ് എന്തും കൂടെ വേണം? ഫിക്സ്ഡ് കോസ്റ്റ്. അതല്ലേ സ്റ്റെപ്പ് 3ൽ കണ്ടെത്തിയത്? എത്രയാണ്? 5760. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഹൈലോ മെത്തേഡ് പ്രകാരം കണ്ടെത്തിയിരുന്നു. 5760 ഈക്വൽ ടു എത്ര വരുന്നത്? 31 ഇൻറ്റു 65 ഈക്വൽ ടു 2015 ആണ് വരുന്നത്. സോ ഈക്വൽ ടു 5760 പ്ലസ് 31 ഇൻറ്റു 65, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രയാണ്? 2015 ആണ്. ഈക്വൽ ടു പ്ലസ് 5760 പ്ലസ് 2050 എത്ര കിട്ടുന്നത്? 7775 ആണ്. ക്ലിയർ ആണോ? ഇതായിരുന്നു 65 യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ്. 5760 പ്ലസ് 2015 ആണ്.
സോ 7,775 ആണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇതായിരുന്നു നമ്മളുടെ ഏത് മെത്തേഡ്? ഹൈലോ മെത്തേഡ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരൊറ്റ ഇല്ലുസ്ട്രേഷനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഹൈലോ മെത്തേഡിൻ്റെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് വെർഷൻ, ഒന്നുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. ഏതൊക്കെയായിരുന്നു? ഹൈലോ മെത്തേഡ് വിത്ത് സ്റ്റെപ്പ്ഡ് ഫിക്സ്ഡ് കോസ്റ്റും വരുന്നുണ്ട്, ഹൈലോ മെത്തേഡ് വിത്ത് ചേഞ്ച് ഇൻ വേരിയബിൾ കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ക്ലിയർ ആണ്? സോ ഈ രണ്ട് വീഡിയോസ്, ഈ രണ്ട് ഇല്ലുസ്ട്രേഷൻസും കൂടെ ഒരു സിംഗിൾ വീഡിയോയിലാകുമ്പോൾ അത് ഒരുപാട് ലെങ്ത്, അബവ് 1 hour ഒക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ സെക്കൻഡ് വീഡിയോയിലോട്ട് അത് മാറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ബേസിക് ഹൈലോ മെത്തേഡ് എന്തിന് യൂസ് ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ വരിക എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് MA ഐ തിങ്ക് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ കോമന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ നിർബന്ധമായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുന്നവർ കോമന്റ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി മാറുക. സോ നമ്മൾ ഈ വീഡിയോയിൽ ഹൈലോ മെത്തേഡായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അറിയാലോ എന്തിനാണ് ഹൈലോ മെത്തേഡ്? എക്സാമിനർ തരുന്ന ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവലിൽ, ഇവിടെ ഡിഫറെൻ്റ് ആക്ടിവിറ്റി ലെവൽ ഏതായിരുന്നു? ഈ 26 to 50 ആയിരുന്നു. ഈ ആക്ടിവിറ്റി ലെവലിലെ ഈ ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം? ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ആ കിട്ടുന്ന ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് ഉപയോഗിച്ചിട്ട് എക്സാമിനർ പറയുന്ന റിക്വയർഡ് നമ്പർ ഓഫ് യൂണിറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണണം. അതിന് ടോട്ടൽ കോസ്റ്റിന് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.